ഈ പറയുന്ന ക്രിസ്തീയ ആത്മീയതയിലോട്ട് ആൾക്കാർ വരുമ്പോൾ, ഈ കൺസർവേറ്റീവായിട്ട് കൂടുതൽ വരുമ്പോൾ, അതായത് മറ്റുള്ള വിഭാഗക്കാരെ കൂടെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ല, ഇതാണ് ചോദ്യം. ഒരു കൾച്ചറൽ ഇൻവേർഷൻ ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാർ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി സ്വകാര്യതയുണ്ട്. അതുപോലെ തന്നെ പള്ളി ആരാധനകൾ പള്ളിക്കകത്താണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഇടപെടലുകളാണ് മറ്റ് നിലകളിൽ നടക്കുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സാർ മുമ്പേ പറഞ്ഞ പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി അത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളും അതുപോലെ ഇവിടെ പരമ്പരാഗതമായിട്ട് ജീവിച്ചു വരുന്നവരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു കൾച്ചറൽ ഇൻവേഷനെ അവരനുകൂലിക്കാതിരിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ മതചിന്തകളിൽ വിശ്വസിക്കുവാൻ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ആചരിക്കാനുള്ള ഒരു തടസ്സവും ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, സാർ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അതുപോലെ ബിംബങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് ശരിയാണ്. അതൊരു പലപ്പോഴും അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെർസിക്യൂഷനിലോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ രാജ്യം മതനിരപേക്ഷമാണ്. മതത്തോട് അവരവർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കഴിഞ്ഞ ദീപാവലിക്ക് വൈറ്റ് ഹൗസിൽ അതിനെക്കുറിച്ചൊരു സെലിബ്രേഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതൊരു വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ഇൻവേഷനെ ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങളോ അതുപോലെ കൺസർവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരോ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അവരവർക്ക് വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും അധികാരവും ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അത് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.